നമസ്കാരം. പ്രപഞ്ചത്തിൽ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും അതിശക്തമായ ഒരു പ്രപഞ്ച സ്ഫോടനത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. അമേരിക്കൻ നാഷണൽ സയൻസ് ഫൗണ്ടേഷന്റെ NSF റേഡിയോ ആസ്ട്രോണമി ഒബ്സർവേറ്ററിയിലെ ശാസ്ത്രജ്ഞർ അടുത്തിടെ ഒരു അത്യപൂർവമായ കണ്ടെത്തൽ നടത്തി. ഒരു ഭീമാകാരമായ നക്ഷത്രത്തെ ഒരു കറുത്ത ഗർജനം തകർത്തെറിയുകയും അതിനുശേഷം ശക്തമായ എക്സ്റേ വികിരണങ്ങളാൽ ചുറ്റുപാടുകൾ പ്രകാശിപ്പിക്കുകയും ചെയ്തതിന്റെ തെളിവുകൾ അവർക്ക് ലഭിച്ചു. ഈ പുതിയ സംഭവത്തിന് AT2024 WPP എന്ന് പേരിട്ടിരിക്കുന്നു. ഇതിന് ദ വിപ്പറ്റ് എന്നും വിളിപ്പേരുണ്ട്. ലൂമിനസ് ഫാസ്റ്റ് ബ്ലൂ ഓപ്റ്റിക്കൽ ട്രാൻസിയൻസ് അഥവാ LFBOTs എന്ന നിഗൂഢമായ സ്ഫോടന വിഭാഗത്തിലെ ഏറ്റവും തിളക്കമുള്ള അംഗമാണ് വിപ്പറ്റ്. ഈ ക്ഷണികമായ സ്ഫോടനങ്ങൾ ഒരു കറുത്ത ഗർജനം അതിന്റെ കൂടെയുണ്ടായിരുന്ന നക്ഷത്രത്തെ പെട്ടെന്ന് നശിപ്പിക്കുന്നതിന്റെ വ്യക്തമായ തെളിവാണ്. ഈ സ്ഫോടനത്തിനു ചുറ്റും കട്ടിയുള്ള വാതകത്തിന്റെ ഒരു കവചം കണ്ടെത്തിയിട്ടുണ്ട്. ഇത് ആ സംഭവത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നൽകുന്നു. കഴിഞ്ഞ ഒരു ദശാബ്ദമായി ജ്യോതിശാസ്ത്രജ്ഞർ ഇത്തരം അതിവേഗവും അൾട്രാ ബ്രൈറ്റുമായ സ്ഫോടനങ്ങളെ നിരീക്ഷിച്ചു വരികയാണ്. ഇവ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ മങ്ങിപ്പോവുകയും ചെയ്യും. LFBOTs എന്നാൽ ലൂമിനസ് ഫാസ്റ്റ് ബ്ലൂ ഓപ്റ്റിക്കൽ ട്രാൻസിയൻസ് എന്നാണ്. ഇവ 100 ബില്യൺ സൂര്യന്മാരെക്കാൾ തിളക്കമുള്ളതും ദിവസങ്ങൾക്കുള്ളിൽ അപ്രത്യക്ഷമാവുന്നതുമാണ്. 2024 സെപ്റ്റംബറിൽ കണ്ടെത്തിയ AT2024 WPP ഇതുവരെ നിരീക്ഷിക്കപ്പെട്ട LFBOTകളിൽ വെച്ച് ഏറ്റവും തിളക്കമുള്ളതാണ്. ഈ സ്ഫോടനം എങ്ങനെയാണ് കണ്ടെത്തിയതെന്നും ആദ്യകാല നിരീക്ഷണങ്ങൾ എന്തായിരുന്നുവെന്നും നമുക്ക് നോക്കാം. പാലോമർ ഒബ്സർവേറ്ററിയിലെ സ്വിക്കി ട്രാൻഷൻ ഫെസിലിറ്റിയാണ് ഒരു വിദൂര ഗാലക്സിയിൽ നിന്നുള്ള ഈ പ്രകാശത്തിന്റെ പെട്ടെന്നുള്ള വർധനവ് ആദ്യം ശ്രദ്ധിച്ചത്. ലിവർപൂൾ ടെലിസ്കോപ്പ്, നാസയുടെ സ്വിഫ്റ്റ് ഉപഗ്രഹം എന്നിവ ഉപയോഗിച്ച് നടത്തിയ തുടർ നിരീക്ഷണങ്ങളിൽ ഇത് അത്യധികം ചൂടുള്ളതും നീലനിറത്തിലുള്ളതും ശക്തമായ എക്സ്റേ ഉൽപ്പാദിപ്പിക്കുന്നതുമാണെന്ന് സ്ഥിരീകരിച്ചു. ഇത് LFBOTന്റെ ലക്ഷണങ്ങളാണ്. റേഡിയോ നിരീക്ഷണങ്ങളാണ് ഈ കണ്ടെത്തലിൽ നിർണായകമായ വഴിത്തിരിവായത്. NSFന്റെ VLA, ALM എന്നീ റേഡിയോ ടെലിസ്കോപ്പുകൾ ഉപയോഗിച്ചുള്ള നിരീക്ഷണങ്ങൾ സ്ഫോടന സ്ഥലത്തിനു ചുറ്റുമുള്ള വാതകത്തിന്റെ സാന്ദ്രമായ ഒരു അറ കണ്ടെത്തി. സ്ഫോടനത്തിൽ നിന്നുള്ള തീവ്രമായ എക്സ്റേ വികിരണമടുത്തുള്ള വാതകത്തിലെ മിക്കവാറും എല്ലാ ഇലക്ട്രോണുകളെയും നീക്കം ചെയ്യുകയും അതുവഴി വാതകം അയോണീകൃതമാവുകയും ചെയ്തു. ഈ നിരീക്ഷണങ്ങളെല്ലാം കൂട്ടിച്ചേർത്തപ്പോൾ AT2024 WPP എങ്ങനെയാണുണ്ടായതെന്ന് ശാസ്ത്രജ്ഞർക്ക് മനസ്സിലായി. ഒരു ബ്ലാക്ക് ഹോൾ അതിന്റെ ഭീമാകാരമായ നക്ഷത്ര പങ്കാളിയെ നശിപ്പിക്കുകയും അതിന്റെ അവശിഷ്ടങ്ങൾ ബ്ലാക്ക് ഹോളിനു ചുറ്റും ഒരു ചൂടുള്ള ഡിസ്ക് രൂപപ്പെടുത്തുകയും ചെയ്തു. ഇത് ശക്തമായ എക്സ്റേ വികിരണത്തിന് കാരണമായി. റേഡിയോ ടെലിസ്കോപ്പുകൾ ഉപയോഗിച്ചാണ് വാതകം അയോണീകൃതമായ ശേഷവും അതിന്റെ സാന്നിധ്യം കണ്ടെത്താൻ കഴിഞ്ഞത്. കാരണം റേഡിയോ തരംഗങ്ങൾ അറ്റോമുകളിൽ നിന്ന് വിമുക്തമായ ഊർജ്ജസ്വലമായ ഇലക്ട്രോണുകളോട് സംവേദനക്ഷമതയുള്ളവയാണ്. ഈ കണ്ടെത്തൽ LFBOTകളെക്കുറിച്ചുള്ള നമ്മുടെ അറിവുകൾ വികസിപ്പിക്കുന്നു. പ്രപഞ്ചത്തിലെ ഇത്തരം അത്ഭുതങ്ങളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ കാത്തിരിക്കുക. നന്ദി.